ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ലക്ഷദ്വീപത്തെ മാസ് എന്ന് പറയുന്നൊരു ഐറ്റം. അപ്പോൾ ഇത് അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതുണ്ട് ഒരു പാറക്കല്ല് പോലുള്ളൊരു സാധനമാണ്. ഞാൻ ആദ്യം കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല പണിയായതുകൊണ്ട് ഞാൻ വെട്ടി എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരിക്കും സിമ്പിളായിട്ടുള്ളത്. പിന്നെ ഇത് വെള്ളത്തിലൊന്ന് നമുക്കൊരു 1 മണിക്കൂർ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോഴാണ് ഇതൊന്ന് ആ ഒരു ബലമുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് തോലൊക്കെ കളഞ്ഞ് നീറ്റാക്കി കുനുകുനായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കാറുണ്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം ഒന്ന് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് സാധനം. അപ്പോൾ അതൊന്ന് കുറേ നേരം നമുക്കൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മാറി ഒന്ന് കഴുകി എടുക്കാനുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാവുന്ന എന്താ വെച്ചാൽ കുറച്ച് ഇതേപോലെ ഒരു പാൻ ഏതെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ കപ്പൽമുളക്, ഉണക്കമുളക്, ഇതിന് കുറേ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേ എണ്ണയിൽ തന്നെ ഞാൻ നമ്മളുടെ ആ ഒരു മീൻ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ മുളകൊന്ന് അരിച്ചെടുക്കാനുണ്ട്. ആ മുളകാണ് മെയിൻ സാധനം. അതായത് എരിവിൻ്റെ ആ ഒരു ഇത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മളിതിൽ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു മുളകൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫിഷ് ഇതിലിട്ട് കൊടുത്താൽ വലിയൊരു പണി കഴിഞ്ഞു. ഇനി ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുക. പിന്നെ അതിലെന്താണ് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ കുരുമുളക് വേണമെങ്കിൽ ഇടാം. പിന്നെ അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.